ഇസ്രായേലിൽ നിന്നും മറ്റുള്ള അന്തർദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഹമാസ് വാറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം, നേരത്തെ ഒരു സീസ് ഫയർ ഉണ്ടായിരുന്നു, കുറച്ച് ഹോസ്റ്റേജസിനെ റിലീസായി. അതിനുശേഷം പല രീതിയിലുള്ള മോശമായ തരത്തിൽ ഹോസ്റ്റേജസിനോട് പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് സ്റ്റേജ് ഷോ നടത്താൻ ശ്രമിച്ചു. അതിനെ റെഡ് ക്രോസ് എതിർത്തു. കാരണം അവരാണ് മീഡിയേറ്റ് ചെയ്ത് ഈ പറയുന്ന ഹോസ്റ്റേജസിനെ ഇസ്രായേലിന് കൊടുക്കുന്നു, അവിടെയുള്ള പാലസ്റ്റീൻ ഹമാസുകാരെ തിരിച്ചു കൊടുക്കുന്നു. ഇപ്പോഴത്തെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഫിലഡൽഫിയ കോറിഡോർ ഉണ്ട്, അതായത് ഈജിപ്തിനും ഗാസയ്ക്കും മൊനമ്പിനും ആ സൈഡായി കിടക്കുന്ന കോറിഡോർ ഉണ്ട്. അതുവഴിയാണ് ഈ എയ്ഡ് മെറ്റീരിയൽ, അതായത് ഇവർക്ക് ഭക്ഷണവും സാധനമൊക്കെ ഈ ഗാസയിലുള്ള ഈ ഹമാസിൻ്റെയും പാലസ്റ്റീൻകാർക്കും കൊണ്ടുവരുന്നത്. അത് ഇസ്രായേൽ ബ്ലോക്ക് ചെയ്തു. ഇസ്രായേൽ പറയുന്നത് എത്രയും വേഗം 56ഓളം പേര് ഹോസ്റ്റേജസ് ഉണ്ട് എന്ന് ഈ ഹമാസ് പറയുന്ന അവരെ റിലീസ് ചെയ്യണം. അതിനുശേഷം മറ്റുള്ള കാര്യത്തിലേക്ക് കടക്കാം. കാരണം ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ മുഴുവനായിട്ട് ഇസ്രായേലി ഫോഴ്സ് അവിടുന്ന് വിഡ്രോ ചെയ്യണമെന്നാണ്. അതിന് ഇസ്രായേൽ തയ്യാറല്ല. അത് തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, UAE അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, സൗദി അറേബ്യ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഈജിപ്റ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ജോർദാൻ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റുള്ള രാജ്യങ്ങളൊന്നും അഭിപ്രായം കേൾക്കണ്ട എന്ന് തന്നെ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു. കാരണം അവിടെ സമാധാനം വരണം.